Good morning. Okay. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മള് പഠിച്ചത് എന്തായിരുന്നു? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മള് ഒരു 7 മെഡിക്കൽ ഗ്യാസുകളും അതിന്റെ ഉപയോഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വായിച്ചു നോക്കിയോ നിങ്ങള്? അത്രയും ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ആണല്ലോ, ശരി. പിന്നെ നമ്മൾ തുടങ്ങി വെച്ചത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകളാണ് അല്ലെ. ആ കമ്പോണന്റുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര കമ്പോണന്റുകളുണ്ട്? 6 കമ്പോണന്റുകളുണ്ട് അല്ലെ. ഏതൊക്കെയായിരുന്നു? ഒന്ന് നമ്മൾ പറഞ്ഞത് സോഴ്സസ് ആണ് അല്ലെ. സോഴ്സസ്. ഓക്കെ, സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്യാസ് ശേഖരിച്ച് വെക്കുന്നതാണ് അല്ലെ സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത് എന്താണ് പറഞ്ഞത്? പൈപ്പിംഗ് നെറ്റ്വർക്ക് ആണ് അല്ലെ. പൈപ്പിംഗ് നെറ്റ്വർക്കിന്റെ എന്താണ് ഉദ്ദേശം? എന്താണ്? ടു ഡിസ്ട്രിബ്യൂട്ട് ദ മെഡിക്കൽ ഗ്യാസ് അല്ലെ. മെഡിക്കൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഏതായിരുന്നു കമ്പോണന്റ്? വാൽവുകളാണ് അല്ലെ. വാൽവ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് മെഡിക്കൽ ഗ്യാസസ് അല്ലെ. മെഡിക്കൽ ഗ്യാസിന്റെ ആ ഒരു ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വാൽവുകൾ ഉപയോഗിക്കുന്നത്. 3 കമ്പോണന്റ് അല്ലെ. നാലാമത്തെ കമ്പോണന്റ് എന്താ നമ്മൾ പറഞ്ഞത്? വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ് അല്ലെ. വാർണിംഗ് അലാം സിസ്റ്റംസ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മോണിറ്റർ അല്ലെ. മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഈ ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടോ അല്ലെ, എന്തെങ്കിലും വാരിയേഷൻസോ ഫ്ലക്ച്വേഷൻസോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കറിയണം. അതിന് വേണ്ടിയിട്ടാണ് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസുകൾ ഉപയോഗിക്കുന്നത് അല്ലെ. പിന്നെ അഞ്ചാമത്തെ കമ്പോണന്റ് എന്താണ്? ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് ആണ്. അതെന്തിനു വേണ്ടിയിട്ടാ? ടു സപ്ലൈ ദ ഗ്യാസ് അല്ലെ. ഈ പറയുന്ന പൈപ്പ് ലൈനിലോട്ടും പൈപ്പ് ലൈനിൽ നിന്ന് പുറത്തോട്ടും ഗ്യാസിനെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? സെക്കൻഡറി എക്യുപ്മെന്റ്സ് അല്ലെ. സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളായിരിക്കാം അല്ലെ. ഈ പറയുന്ന വെന്റിലേറ്ററുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഫ്ലോമീറ്ററുകളോ അല്ലെങ്കിൽ മാസ്കുകളോ നേസൽ കാനുകളോ ഇതൊക്കെയാണ് എന്ത്? സെക്കൻഡറി എക്യുപ്മെന്റുകളായിട്ട് വരുന്നത്. 6 കമ്പോണന്റുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് കുറച്ചും കൂടെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഓക്കെ, ഓൾ മ്യൂട്ട് ചെയ്യാം കേട്ടോ. പിക്ചർ കാണാമല്ലോ നിങ്ങൾക്ക്? പിക്ചർ കാണുന്നുണ്ടല്ലോ? ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചൊരു പിക്ചർ ആയിരുന്നു. ഇതാണ് നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പോലെ കാണിച്ചിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് സോഴ്സസ് ആണ്. ജസ്റ്റ് ഇത് വായിക്കാം എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. എന്താണ് സോഴ്സസ് എന്ന് പറഞ്ഞാല്? സോഴ്സസ് ആർ റിസർവ്സ് ദാറ്റ് generate the flow of medical gases through piping networks like manifold systems. Underline ചെയ്തു വെക്കുക കേട്ടോ. എന്താണ്? സോഴ്സസ് ആർ റിസർവ്സ് that generate the flow of medical gases through piping networks like manifold systems. അതായത് മാനിഫോൾഡ് സിസ്റ്റംസ് പോലെയുള്ള പൈപ്പിംഗ് നെറ്റ്വർക്കുകളിലൂടെ മെഡിക്കൽ ഗ്യാസുകളുടെ ഒഴുക്ക് അല്ലെ, ആ ഒരു ഒഴുക്ക് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ശേഖരങ്ങള്, റിസർവുകള്, അതിനെയാണ് എന്ത് പറയുന്നത്? സോഴ്സസ് എന്ന് പറഞ്ഞാൽ അത് മെഡിക്കൽ ഗ്യാസ് എവിടെയാണോ നമ്മൾ ശേഖരിച്ചു വെക്കുന്നത് അതിനെയാണ് നമ്മൾ സോഴ്സസ് എന്ന് പറയുന്നത് അല്ലെ. ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? ഇതൊരു സോഴ്സ് ആണ്. കണ്ടോ? ഒരു ടാങ്ക് പറഞ്ഞേ ഉള്ളൂ, ഒരുപാട് ഉണ്ടാവും. ഇങ്ങനെ പല പല മെഡിക്കൽ ഗ്യാസുകൾ ഉണ്ടല്ലോ. അപ്പൊ ഓരോന്നിനും ഓരോരോ സോഴ്സുകൾ ഉണ്ടായിരിക്കും കേട്ടോ. ഓരോ വലുപ്പത്തിലുള്ള ടാങ്കുകളൊക്കെ ഉണ്ടായിരിക്കും. ഇതാണ് എന്ത്? അവിടുത്തെ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് നമ്മൾ പറഞ്ഞൊരു വാക്കാണ് മാനിഫോൾഡ് സിസ്റ്റംസ്. എന്താണ് മാനിഫോൾഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മാനിഫോൾഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന വ്യത്യസ്ത വിവിധ എന്താണ് മെഡിക്കൽ വാതകങ്ങള് പ്രത്യേകം സജ്ജീകരിച്ച് ശേഖരിച്ച് വെക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനിഫോൾഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്.
എന്താണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാല് വിവിധ തരത്തിലുള്ള മെഡിക്കൽ ഗ്യാസസുകള് പ്രത്യേകം സജ്ജീകരിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് അറിയാമോ? വ്യത്യസ്ത വാതക സിലിണ്ടറുകള്, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പൈപ്പ് ലൈൻ സംവിധാനങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ പാനലുകള്, പ്രഷർ റെഗുലേറ്ററുകള്, മോണിറ്ററിംഗ് അലാം സംവിധാനങ്ങള്, ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനിഫോൾഡ് സിസ്റ്റത്തിനാണ്. ഇതാണ് ആ മാനിഫോൾഡ് സിസ്റ്റം. കണ്ടോ? ഈ സോഴ്സിനോട് ചേർന്ന് കാണപ്പെടുന്ന ഈ ഒരു മൊത്തത്തിലുള്ള ഈ ഒരു സ്പേസ് നിങ്ങൾ കണ്ടോ? ഇതാണ് മാനിഫോൾഡ് സിസ്റ്റം. ഇവിടെ എന്തുണ്ട്? കണ്ടോ? വാതക സിലിണ്ടറുകൾ പ്രത്യേകം സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ? വിവിധ തരത്തിലുള്ള മെഡിക്കൽ ഗ്യാസുകള് അതിങ്ങനെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ? അത് കൂടാതെ എന്താണ്? ഈ പറയുന്ന പൈപ്പ്, ഇവിടെ നിന്നാണ് പൈപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ നിന്നാണ് അല്ലെ? ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് എത്തുന്നത്. അപ്പൊ ഈ ഒരു പൈപ്പിംഗ് നെറ്റ്വർക്കുകളെ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ പാനലുകൾ നമുക്ക് ഫോക്കസ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല, എങ്കിലും നിങ്ങൾക്ക് ചെറിയ രീതിയിൽ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ കൺട്രോൾ പാനലുകൾ ഉണ്ട്, അതുപോലെ തന്നെ ധാരാളം മോണിറ്ററിംഗ് സംവിധാനങ്ങളുണ്ട് കേട്ടോ, പ്രഷർ റെഗുലേറ്ററുകൾ ഉണ്ട്. ഇതെല്ലാം സ്ഥിതി ചെയ്യുന്ന ഈ സോഴ്സിനോടനുബന്ധിച്ചുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വായിച്ചു നോക്കാം കേട്ടോ. എന്താണ് മാനിഫോൾഡ് സിസ്റ്റംസ്? ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓൺ ടു ബാങ്ക്സ്. വൺ ഈസ് എ ബാക്കപ്പ് ടു ദ അതർ. എന്താണ് പറയുന്നത്? ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓൺ ടു ബാങ്ക്സ്. രണ്ട് ബാങ്കുകളിലായിട്ട്, രണ്ട് ബാങ്ക് എന്ന് പറഞ്ഞ രണ്ട് സിസ്റ്റത്തിലായിട്ട് എന്താണ്? ഹൈ പ്രഷർ സിലിണ്ടറുകളാണ് ഇവിടെ ഉൾപ്പെടുന്നത് കേട്ടോ. നമുക്ക് കാണുമ്പോൾ അറിയാം, ഒരു രണ്ട് സിലിണ്ടറുകൾ വീതം നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ? കണ്ടോ? രണ്ട് ബാങ്കുകളിലായിട്ടാണ് ഈ സിലിണ്ടറുകൾ നമ്മൾ, ഇതൊരു ബാങ്ക് കേട്ടോ, ഇതൊരു ബാങ്ക്, ഇത് രണ്ടാമത്തെ ബാങ്ക് കേട്ടോ, ഇതൊരു ബാങ്ക്, ഇത് രണ്ടാമത്തെ ബാങ്ക്, ഇതൊരു ബാങ്ക്, ഇത് മറ്റൊരു ബാങ്ക്. രണ്ട് ബാങ്കുകളിലായിട്ട് ഹൈ പ്രഷർ സിലിണ്ടറുകളാണ് ഇവിടെ ഉൾപ്പെടുന്നത്. ഒരെണ്ണം എന്ന് പറയുന്നത് മറ്റൊന്നിന്റെ ബാക്കപ്പ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഒരെണ്ണം എന്ന് പറയുന്നത് മറ്റൊന്നിന്റെ ബാക്കപ്പ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അതായത് അറ്റ് എ ടൈമിൽ, ഒരു സമയത്ത് ഒരു ബാങ്കിൽ നിന്ന്, ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള മെഡിക്കൽ ഗ്യാസുകളാണ് പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ നമ്മൾ കടത്തിവിടുന്നത്. മനസ്സിലായോ? ഒരു സമയത്ത് നമ്മളിപ്പോ ഈ ഒരു ബാങ്ക് ആണെങ്കിൽ ഈ ഒരു ബാങ്കിൽ നിന്ന്, അത് ഈ ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള മെഡിക്കൽ ഗ്യാസിനെയാണ് നമ്മൾ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ കടത്തിവിടുന്നത്. ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള മെഡിക്കൽ ഗ്യാസിന്റെ വിതരണത്തിൽ എന്തെങ്കിലും തടസ്സം വരികയാണെന്ന് വിചാരിക്കും. ഇപ്പൊ എന്തെങ്കിലും സിലിണ്ടറുകൾക്ക് വല്ല കംപ്ലൈന്റോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നമുക്ക് ആ മെഡിക്കൽ ഗ്യാസിന്റെ വിതരണം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ബാങ്കിലൊക്കെ നമ്മൾ ഉപയോഗിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ബാങ്ക് മറ്റൊന്നിന് ബാക്കപ്പ് ആയിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? അതാണ് എന്റെ അർത്ഥം കേട്ടോ. ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓൺ ടു ബാങ്ക്സ്. വൺ ഈസ് എ ബാക്കപ്പ് ടു ദ അതർ. ഒരെണ്ണം മറ്റൊന്നിന്റെ ബാക്കപ്പ് ആയിട്ട് ഉപയോഗിക്കുന്നു. കാര്യം മനസ്സിലായല്ലോ? ഒരു സമയം ഒരു സിസ്റ്റത്തിൽ നിന്ന്, ഒരു ബാങ്കിൽ നിന്നുള്ള മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുള്ളൂ. ചിലപ്പോൾ അവിടെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ മറ്റേ ബാങ്കിൽ നമുക്ക് ഉപയോഗിക്കണം. അപ്പൊ ഒരെണ്ണം മറ്റൊന്നിന്റെ ബാക്കപ്പ് ആയിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. ക്ലിയർ? Besides, the control panel is installed for the primary and secondary regulator. അത് നമുക്ക് ഫോക്കസ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല, എങ്കിലും ഇവിടെ കൺട്രോൾ പാനലുകൾ കാണാൻ പറ്റും. ഈ കൺട്രോൾ പാനലുകളും അതുപോലെ തന്നെ എന്താണ്? ബിസൈഡ്സ് കൺട്രോൾ പാനൽ ഈസ് ഇൻസ്റ്റാൾഡ് ഫോർ പ്രൈമറി ആൻഡ് സെക്കൻഡറി റെഗുലേറ്റർ. പ്രൈമറി റെഗുലേറ്റർ എന്ന് പറയുമ്പോൾ ഒരു ബാങ്കിലെ സിലിണ്ടറുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് പ്രൈമറി റെഗുലേറ്റർ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ബാങ്കില് അല്ലെങ്കിൽ രണ്ടാമത്തെ സിസ്റ്റത്തിലെ സിലിണ്ടറുകൾ കൺട്രോൾ ചെയ്യുന്നത് സെക്കൻഡറി റെഗുലേറ്റേഴ്സും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള പ്രൈമറി സെക്കൻഡറി റെഗുലേറ്ററുകളും ഉൾപ്പെടുന്ന കൺട്രോൾ പാനലും അതുപോലെ തന്നെ പ്രഷർ റെഗുലേറ്ററുകളും വാർണിംഗ് ലാംപ്സുകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. കണ്ടോ? പ്രഷർ റെഗുലേറ്ററുകൾ ഉണ്ട്, വാർണിംഗ് ലാമ്പുകളൊക്കെ ഈ പറയുന്ന മാനിഫോൾഡ് സിസ്റ്റത്തിനകത്താണ് ഉൾപ്പെടുന്നത്. അപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക് എന്താണ് മാനിഫോൾഡ് സിസ്റ്റം എന്നുള്ളത്? നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. ഇതാണത്തെ ഈ ഒരു പിക്ചർ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പൈപ്പിംഗ് നെറ്റ്വർക്ക് ആണ് കേട്ടോ. പൈപ്പിംഗ് നെറ്റ്വർക്ക് കണ്ടല്ലോ, ഈ കാണുന്നത് മുഴുവൻ പൈപ്പിംഗ് നെറ്റ്വർക്ക് അല്ലെ. മാനിഫോൾഡ് സിസ്റ്റത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എവിടേക്കൊക്കെ പോകുന്നുണ്ട് നോക്കിയ ഒരു ഹോസ്പിറ്റലിന്റെ വിവിധ ഏരിയകളിലോട്ട് നമ്മുടെ മെഡിക്കൽ ഗ്യാസിനെ വിതരണം ചെയ്യാനായിട്ട് പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാനായിട്ട് സാധിക്കും. നോക്കാം. മെഡിക്കൽ ഗ്യാസസ് ആൻഡ് വാക്വം are distributed through the pipeline distribution system
to provide gas or vacuum at the end point of terminal unit. നമ്മുടെ മെഡിക്കൽ ഗ്യാസ് അല്ലെങ്കിൽ വാക്വത്തിനെ എൻഡ് പോയിന്റ് അഥവാ ടെർമിനൽ യൂണിറ്റിലോട്ട് എത്തിക്കുന്നത് ഇതിലൂടെയാണ് ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് നമ്മൾ പറയുന്ന പൈപ്പിംഗ് നെറ്റ്വർക്കുകളിലൂടെയാണ്, പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെയാണ്. ടെർമിനൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഉപയോഗിക്കുന്ന സ്ഥലമാണ് അല്ലെ. നോക്ക്, ഇവിടെ നിന്ന് പൈപ്പ് ലൈൻ പോയി ഈ ഒരു റൂമിലോട്ട് വരികയാണ്. ഇതാണ് നമ്മുടെ ടെർമിനൽ യൂണിറ്റ്. കണ്ടോ, ഇവിടെയാണ് അവസാനിക്കുന്ന, അവിടെയാണ് അല്ലെ ടെർമിനൽ യൂണിറ്റ് അഥവാ എൻഡ് പോയിന്റ്. ഇവിടെയാണ് എൻഡ് പോയിന്റ് അഥവാ ടെർമിനൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസിനെ നമ്മുടെ ടെർമിനൽ യൂണിറ്റിലോട്ട് എത്തിക്കുന്നത് എന്തിലൂടെയാണ്? ഈ പറയുന്ന പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെയാണ്. ഓക്കെ, ഇനി നോക്കാം. ടെർമിനൽ യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ടെർമിനൽ യൂണിറ്റ് എന്ന് വെച്ചാൽ എവിടെയാണോ നമ്മൾ കണക്ട് ചെയ്യുന്ന എക്യുപ്മെന്റ് കണക്ട് ചെയ്യുന്ന ആ ഭാഗമാണ് കേട്ടോ ടെർമിനൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ടെർമിനൽ യൂണിറ്റ്സ് മേ ബി ഐദർ വാൾ മൗണ്ടഡ് ഓർ പെൻഡന്റ് മൗണ്ടഡ്. ഈ ടെർമിനൽ യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത് രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ യൂണിറ്റുകൾ ഉണ്ട്, അതല്ലെങ്കിൽ പെൻഡന്റ് മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ യൂണിറ്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിക്ചർ കാണുന്നുണ്ടോ നിങ്ങള്? പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇത് നോക്കൂ, ഇതാണ് വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ യൂണിറ്റ്. അറിയാലോ, നമ്മൾ ഓരോ റൂമിന്റെ ചുമരിലായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ടെർമിനൽ ഇവിടെ നമ്മൾ കണക്ട് ചെയ്താൽ മതി. അപ്പൊ നേരിട്ട് നമുക്ക് പേഷ്യന്റിലോട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതാണ് വാൾ മൗണ്ടഡ് ടെർമിനൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ചുമരിൽ ഘടിപ്പിച്ച തരത്തിലുള്ള ടെർമിനൽ യൂണിറ്റുകളുണ്ട്. അതുകൂടാതെ പെൻഡന്റ് മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ യൂണിറ്റ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പിക്ചർ കണ്ടോ നിങ്ങള്? പിക്ചർ കണ്ടോ? ഇതാണ് എന്ത്? പെൻഡന്റ് മൗണ്ടഡ്. പെൻഡന്റ് മൗണ്ടഡ് എന്ന് പറയുന്നത് എന്താ? നേരത്തെ കണ്ടത് വാൾ മൗണ്ടഡ് ആണ്, ചുമരിൽ തന്നെ ഘടിപ്പിക്കുന്ന ടെർമിനൽ യൂണിറ്റ്. പെൻഡന്റ് മൗണ്ടഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എന്താ പറയാ, സസ്പെൻഡഡ് ഫ്രം എ സീലിംഗ്. ഓക്കെ, ദാറ്റ് ഈസ് സസ്പെൻഡഡ് ഫ്രം എ സീലിംഗ് യൂസിങ് എ മെക്കാനിക്കലാണ്. അതായത് നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ തൂക്കിയിടുന്ന തരത്തിൽ. അതുകൊണ്ടാണ് പെൻഡന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കഴുത്തിലിടുന്ന മാലകൾക്ക് പെൻഡന്റ് എന്നല്ല നമ്മൾ പറയാം, പെൻഡന്റ് എന്നല്ലേ പറയാം. നമ്മളിങ്ങനെ കഴുത്തിൽ ഇങ്ങനെ എന്താണ് ഇങ്ങനെ തൂക്കിയിടുന്നതുണ്ട് അല്ലെ. എന്നതുപോലെ തന്നെയല്ലേ ദാറ്റ് ഈസ് സസ്പെൻഡഡ് ഫ്രം എ സീലിംഗ്. കണ്ടോ, മുകളിൽ നിന്ന് ഇങ്ങനെ തൂക്കിയിടുകയാണ് അല്ലെ, യൂസിങ് എ മെക്കാനിക്കൽ ആം. കണ്ടോ, ഇങ്ങനെ ഒരു മെക്കാനിക്കൽ ആമുണ്ട്. ഇത് കണ്ടോ, ഈ കാണുന്നതൊക്കെ ടെർമിനൽ യൂണിറ്റ് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള പെൻഡന്റ് മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ യൂണിറ്റുകളും ഉണ്ട്, അതുപോലെ തന്നെ വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ യൂണിറ്റുകളും ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ടെർമിനൽ യൂണിറ്റ് മേ ബി ഐദർ വാൾ മൗണ്ടഡ് ഓർ പെൻഡന്റ് മൗണ്ടഡ്. ഓക്കെ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഹൈ ക്വാളിറ്റി കോപ്പർ ഷുഡ് ബി യൂസ്ഡ് ടു മേക്ക് ദ പൈപ്സ്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള പൈപ്പുകൾ നിർമ്മിക്കാനായിട്ട് എന്ത് മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത്? കോപ്പർ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പലതവണ ചോദിച്ചിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി കോപ്പർ ആണ് ഇത്തരം പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. Moreover, pipes should be protected against physical damage and corrosion and color coded in keeping with the gas content. അതുകൂടാതെ നമ്മൾ ഈ പറയുന്ന പൈപ്പുകൾ ഉണ്ടല്ലോ, അത് ഫിസിക്കൽ ഡാമേജ്, മറ്റ് കൊറോഷൻ പ്രോബ്ലത്തിൽ നിന്നൊക്കെ അതിനെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്, സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ആൻഡ് കളർ കോഡഡ് ഇൻ കീപ്പിംഗ് വിത്ത് ഗ്യാസ് കണ്ടന്റ്. അതോടൊപ്പം തന്നെ അതിലൂടെ പോകുന്ന ഗ്യാസിനെ തിരിച്ചറിയാനായിട്ടുള്ള കളർ കോഡും അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ഓരോ പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ പോകുന്നതും ഓരോ ഗ്യാസുകളായിരിക്കുമല്ലോ. അപ്പൊ ഓരോ ഗ്യാസുകൾ തിരിച്ചറിയാനായിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? കളർ വെച്ച് കോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്രയുള്ള അതിനകത്ത് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, അപ്പൊ പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മെഡിക്കൽ ഗ്യാസിനെ ടെർമിനൽ യൂണിറ്റിലോട്ട് എത്തിക്കുന്നത് ഇത്തരം പൈപ്പിംഗ് നെറ്റ്വർക്കുകളിലൂടെയാണ്. അപ്പൊ ടെർമിനൽ യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത് രണ്ട് ടൈപ്പ് ഉണ്ട്. വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ യൂണിറ്റ് ഉണ്ട്, പെൻഡന്റ് മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ യൂണിറ്റുകളുണ്ട്.
അതിപ്പോ പിക്ചർ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞത് ഹൈ ക്വാളിറ്റി ഉള്ള കോപ്പർ ആണ് പൊതുവെ പൈപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള പൈപ്പ് ലൈൻ സംവിധാനങ്ങൾ നമ്മൾ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണ്. എന്നുവെച്ചാൽ മറ്റുള്ള ഫിസിക്കൽ ഡാമേജോ കൊറോഷനിൽ നിന്നൊക്കെ വളരെയധികം അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ കടന്നു പോകുന്ന മെഡിക്കൽ ഗ്യാസിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള കളറും അവിടെ കോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ കമ്പോണന്റിനെ പറ്റി പഠിക്കാം. ഏതാണത്? വാൽവുകളാണ്. വാൽവ് എന്താണെന്ന് അറിയാലോ, ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് മെഡിക്കൽ ഗ്യാസ്. കേട്ടോ, നോക്കാം. There are two types of valves. ഈ വാൽവുകള് ഈ പറഞ്ഞ പോലെ രണ്ട് ടൈപ്പ് വാൽവുകളാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് അറിയാമോ? സോൺ വാൽവുകളുണ്ട്, സർവീസ് വാൽവുകളുണ്ട്. കേട്ടോ, ഏതൊക്കെയാണ്? സോൺ വാൽവുകളുണ്ട്, സർവീസ് വാൽവുണ്ട്. ഇതിന്റെ പിക്ചർ എടുത്തിട്ടുണ്ടായിരുന്നു, കിട്ടുമെന്ന് എനിക്കറിയില്ല. നോക്കട്ടെ കേട്ടോ. എത്തില്ല കേട്ടോ. സോൺ വാൽവുകളുണ്ട്, സർവീസ് വാൽവുകളുണ്ട്. ഓക്കെ, എന്തായാലും അതിന്റെ പിക്ചർ കിട്ടിയിട്ടില്ല. ഞാൻ അടുത്ത ദിവസം ഞാനും കാണിച്ചു തരാം കേട്ടോ. പക്ഷെ ഇത് പഠിക്കാൻ എളുപ്പമാണ്. നോക്കുക, രണ്ട് ടൈപ്പ് വാൽവുകളാണ് ഉള്ളത് കേട്ടോ. ഏതൊക്കെ വാൽവുകളാണ്? സോൺ വാൽവുകളുണ്ട്, സർവീസ് വാൽവുകളുണ്ട്. കേട്ടോ, ഇതൊക്കെയാണ് സോൺ വാൽവുകളുണ്ട്, സർവീസ് വാൽവുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കാം, സോൺ വാൽവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോണൽ, നമ്മൾ പറയുന്നത് സോണൽ ഏരിയ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും? കുറച്ച് വലിയ വലിയ ഏരിയകളെയാണ് അല്ലെ ഉദ്ദേശിക്കുന്നത്. സോൺ വാൽവ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് സോണൽ റീജിയൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു ഏരിയയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കുക, സോൺ വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് ലാർജ് പാർട്ട് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അതൊന്നും അത് തന്നെ പരിധി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോൺ വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് ലാർജ് പാർട്ട് ഓഫ് ദ സിസ്റ്റം, ദാറ്റ് ഈസ് റൂംസ് ഫോർ മോഡിഫിക്കേഷൻ ആൻഡ് റിപ്പയർ. അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. അപ്പൊ സോണൽ വാൽവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വലിയ ഭാഗങ്ങൾ ഐസോലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോൺ വാൽവുകൾ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന മോഡിഫിക്കേഷനോ റിപ്പയറിങ്ങോ ആവശ്യമായിട്ടുള്ള റൂമുകള് അല്ലെങ്കിൽ മറ്റുള്ള ഏരിയകള് പരസ്പരം എന്ത് ചെയ്യാനായിട്ടാണ്? സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോൺ വാൽവുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്ന ഒരു സോണും ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സോൺ അല്ലെ. അപ്പൊ ഈ രണ്ട് സോണുകളും തമ്മിൽ, അതൊരു വലിയ സോണാണ്. ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്ന ഒരു സോണ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്ന മറ്റൊരു സോണ്. അപ്പൊ ഈ രണ്ട് സോണുകളെയും തമ്മിൽ പരസ്പരം എന്താ പറയുക, സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോൺ വാൽവ്. ഞാൻ എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. എന്ന് വെച്ചാൽ വലിയ വലിയ ഏരിയകള്, ആ സിസ്റ്റത്തിന്റെ വലിയ ഏരിയകള് അത് റിപ്പയർ ചെയ്യുന്നതിനോ മോഡിഫിക്കേഷനോ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഭാഗങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ, ഐസോലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോണൽ വാൽവുകൾ അഥവാ സോൺ വാൽവുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? ബിസൈഡ്സ് സോൺ വാൽവ്സ് ആർ ഇൻസ്റ്റാൾഡ് ഓൺ കോറിഡോർ വാൾസ് ആൻഡ് ഷുഡ് ബി ലേബിൾഡ് ടു ഇൻഡിക്കേറ്റ് ദ റൂം ദാറ്റ് ദേ കൺട്രോൾ. അതുകൂടാണ്ട് സോൺ വാൽവുകൾ എന്ന് പറയുന്നത് നമ്മൾ കോറിഡോർ വാളുകളിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. കോറിഡോർ എന്ന് വെച്ചാൽ ഇടനാഴികളാണ്. ഇപ്പൊ രണ്ട് വലിയ ഏരിയകളെ തമ്മിൽ പരസ്പരം എന്താ പറയുക കണക്ട് ചെയ്യുന്ന കോറിഡോറുകൾ ഉണ്ടാവും, ഇടനാഴികൾ എന്നൊക്കെ നമ്മൾ പറയും. അത്തരം കോറിഡോർ വാളുകളിലാണ് സോൺ വാൽവുകൾ നമ്മൾ ഘടിപ്പിക്കുന്നത്. മനസ്സിലായി? എന്ന് വെച്ചാൽ രണ്ട് വലിയ ഏരിയകൾ ഉണ്ടാവും, അവരെ പരസ്പരം കണക്ട് ചെയ്യുന്നത് ഈ ഒരു കോറിഡോറിലൂടെ ആയിരിക്കും. അപ്പൊ അതിന്റെ ചുമലിലായിരിക്കും പൊതുവെ എന്ത് വെക്കാം? സോൺ വാൽവുകൾ വെക്കാം. ഓക്കെ, പിന്നെന്താണ്? ഫർദർ മോർ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഷുഡ് ബി ലേബിൾഡ് ടു ഇൻഡിക്കേറ്റ് ദ റൂം ദാറ്റ് ദേ കൺട്രോൾ. അപ്പൊ ഈ സോൺ വാൽവുകളിനകത്ത് ഏത് റൂമിലേക്കുള്ള മെഡിക്കൽ ഗ്യാസിന്റെ ഫ്ലോയിനെയാണോ അത് കൺട്രോൾ ചെയ്യുന്നത് അതത് സോൺ വാൽവുകളിൽ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ പറയേണ്ട ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ICU ഉണ്ട്. രണ്ട് വ്യത്യസ്ത ഏരിയകളാണ്. അതിന് ഐസോലേറ്റ് ചെയ്യുന്ന, അതിന് കണക്ട് ചെയ്യുന്ന ഒരു കോറിഡോർ വാൾ ഉണ്ട്, അതിനകത്ത് സോൺ വാൽവുകൾ ഉണ്ട്.
അപ്പൊ ആ സോൺ വാൽവുകളിനകത്ത് ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള മെഡിക്കൽ ഗ്യാസിന്റെ വിതരണം ചെയ്യുന്ന വാൽവ് ഏതാണോ അതിൽ അവിടെ കൃത്യമായിട്ട് ലേബൽ ചെയ്ത് വെക്കും. അതുപോലെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലോട്ടുള്ള മെഡിക്കൽ ഗ്യാസിന്റെ വിതരണം നടത്തുന്ന വാൽവ് ഏതാണോ അതിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പ്രത്യേകം ലേബൽ ചെയ്ത് വെക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെന്താണ്, furthermore service valves are used to isolate certain parts of the system ആണ് കേട്ടോ for modification and or repair. അതായത് സർവീസ് വാൽവ് എന്ന് പറയുന്നത് സാധാരണ നമ്മള് എന്താണ് വളരെ ചെറിയ ഭാഗങ്ങള് ചെറിയ ഏരിയകളെ മാത്രം ഐസോലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സർവീസ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. അത് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ അടുത്തായിട്ടായിരിക്കും ഇവിടെ എന്തുണ്ടായിരിക്കുക, സർവീസ് വാൽവുകൾ ഉണ്ടായിരിക്കുക. അതായത് നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ, മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗപ്പെടുത്തുന്നതിനോടനുബന്ധിച്ച് അതിനോടടുത്തായിട്ടായിരിക്കും സർവീസ് വാൽവുകൾ ഉണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? സർവീസ് വാൽവുകൾ അവിടെയായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ആൻഡ് therefore they are accessible by the clinical staff. അപ്പൊ നമുക്കത് ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഈസിലി ആക്സസബിൾ ആണ്. അതേസമയം വലിയ വലിയ ഏരിയകളിലേക്കുള്ള സോൺ വാൽവുകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ആക്സസബിൾ അല്ല, അതിന് പ്രത്യേകം ഓപ്പറേറ്റർമാർ വരണം. അതേസമയം സർവീസ് വാൽവ് എന്ന് പറയുമ്പോൾ ഏകദേശം ചെറിയ ഏരിയകളിലൊക്കെ അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റിലോട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്തൊക്കെയാണ് സർവീസ് വാൽവുകൾ ഉണ്ടാവുക. അപ്പൊ അത്തരം വാൽവുകൾക്ക് ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? അത്രയും മനസ്സിലാക്കിയാൽ മതി കേട്ടോ. സോൺ വാൽവുകൾ വലിയ ഏരിയകളെ ഐസൊലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. സർവീസ് വാൽവുകൾ എന്ന് പറയുന്നത് സർട്ടൈൻ പാർട്സ് ഓഫ് ദ സിസ്റ്റത്തിനെ ഐസൊലേറ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ രണ്ട് വാൽവുകളിലും ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള വാൽവ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് പറയാം, അത് സർവീസ് വാൽവുകളാണ് കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്.
ക്ലാസ് റൂം ഒന്ന് മാറിയിരുന്നതാണ് കേട്ടോ. അത് ചെറിയൊരു റിപ്പയറിങ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ക്ലാസ് റൂം ഒന്ന് മാറിയിരിക്കാൻ പോയതാണ്. കുഴപ്പമില്ലല്ലോ, കുറച്ച് സമയം പോയില്ലേ. ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ഏതായിരുന്നു? അപ്പൊ 2 വാൽവുകളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു കേട്ടോ. സോൺ വാൽവുകൾ എന്താണ്, സർവീസ് വാൽവുകൾ ഏതാണ്, ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള വാൽവ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം അത് സർവീസ് വാൽവുകളാണ്. ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് 4ാമത്തെ കമ്പോണന്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ് ആണ് കേട്ടോ. വാർണിംഗ് അലാം സിസ്റ്റംസ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഫോർ മോണിറ്ററിംഗ് അല്ലെ, മോണിറ്ററിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാർണിംഗ് അലാം സിസ്റ്റംസുകൾ ഉപയോഗപ്പെടുത്തുന്നത്. നമുക്ക് നോക്കാം. It is the function of warning and alarm systems to give the information for the responsible staff about the whole plant in case of failure detection or change in the requirements. ഓക്കെ, അതായത് വാർണിംഗ് അലാം സിസ്റ്റങ്ങളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഈ ഹോൾ പ്ലാന്റിനകത്ത്, ദാറ്റ് മീൻസ് ഈ ഹോൾ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിനകത്ത് ഏതെങ്കിലും ഡാമേജുകൾ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറുകളോ കേടുപാടുകളോ ഒക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചുകൾ നമുക്ക് ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് റെസ്പോൺസിബിൾ സ്റ്റാഫിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വെക്കുന്നത്? വാർണിംഗ് അലാം സംവിധാനങ്ങൾ വെച്ചിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നോക്കാം. ഹെൻസ് there are 2 മെയിൻ അലാം സിസ്റ്റംസ്. ഇൻ അലാം സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത് 2 ടൈപ്പ് ഉണ്ട്, 2 അലാം സംവിധാനങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത്തത് മാസ്റ്റർ അലാംസ് ആണ്, രണ്ടാമത്തത് ഏരിയ അലാംസ് ആണ് കേട്ടോ. ഏതൊക്കെയാണ് 2 അലാം സംവിധാനങ്ങള്? മാസ്റ്റർ അലാംസ് ഉണ്ട്, ഏരിയ അലാംസ് ഉണ്ട്. അപ്പൊ പേര് സൂചിപ്പിക്കുന്നത് പോലെ മാസ്റ്റർ അലാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Master alarm monitors the main gas line and source conditions. അതായത് പ്രധാനപ്പെട്ട ഗ്യാസ് ലൈനിനെയും സോഴ്സ് കണ്ടീഷൻസിനെയൊക്കെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാസ്റ്റർ അലാമുകൾ ഉപയോഗിക്കുന്നത്. മാസ്റ്റർ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ എന്തായിരിക്കും? മെയിൻ ആയിട്ടുള്ള പൈപ്പ് ലൈൻ സംവിധാനങ്ങള് അല്ലെങ്കിൽ സോഴ്സിന്റെ കണ്ടീഷൻസുകള്, അതൊക്കെ അവിടെയൊക്കെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാസ്റ്റർ അലാമുകൾ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. Area alarms are found on alarm panels and their function is to monitor the conditions of specific critical care areas. അപ്പൊ ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടും ഏരിയ അലാം എന്ന് പറയുന്നത് എന്താണ്? ഓരോ പെർട്ടിക്കുലർ ഏരിയയിലുള്ള എന്തെങ്കിലും ഫങ്ഷൻസുകള് മോണിറ്റർ ചെയ്യുന്നതിനായിട്ട് അലാം പാനലുകളിൽ കാണപ്പെടുന്നതാണ് എന്ത്? ഏരിയ അലാം എന്ന് പറയുന്നത്. ഓക്കെ, ഒരേ ഏരിയകളിലും അലാം പാനലുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഏരിയയിൽ എന്തെങ്കിലും പൈപ്പ് ലൈൻ സംവിധാനങ്ങളുമായിട്ട് എന്തെങ്കിലും മാൽ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ പറ്റി മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏരിയ അലാമുകൾ ഉപയോഗപ്പെടുത്തുന്നത്. അതായത് നല്ല സ്പെസിഫിക് ക്രിട്ടിക്കൽ കെയർ ഏരിയ, പെർട്ടിക്കുലർ ഏരിയകളിൽ എന്തെങ്കിലും ഫങ്ഷൻസിന്റെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനായിട്ടാണ് ഏരിയ അലാറംസ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പൊ അലാമുകൾ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. മാസ്റ്റർ അലാം ഉണ്ട്, ഏരിയ അലാം ഉണ്ട്. മാസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ മെയിൻ പൈപ്പ് ലൈൻ, മെയിൻ ഗ്യാസ് പൈപ്പ് ലൈൻ സോഴ്സ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഏരിയ അലാം എന്ന് പറയുമ്പോൾ ഓരോ പ്രത്യേകം ഏരിയകളുമായിട്ട് ബന്ധപ്പെട്ട പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലെ മോണിറ്റർ ചെയ്യാനായിട്ട് ഏരിയ അലാമുകൾ ഉപയോഗപ്പെടുത്തുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. 5ാമത്തെ കമ്പോണന്റ് എന്താണ്? ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ് ആണ്. 2ന്റെ ഫംഗ്ഷൻ എന്താണ്? ടു സപ്ലൈ ദ ഗ്യാസസ് അല്ലെ. ഗ്യാസസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും ഉപയോഗപ്പെടുത്തുന്നത്. നമുക്ക് വായിക്കാം. Outlets are the points at which the connections can be made to the medical gas pipe system to supply under pressure. While inlets supply vacuum. Inlets supply vacuum എന്നുള്ളത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഈ ഔട്ട്ലെറ്റ്സ് ഇൻലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? കണക്ഷൻ പോയിന്റുകളാണ് അല്ലെ. എന്താണ്? കണക്ഷൻ പോയിന്റുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ദ പോയിന്റ്സ് അറ്റ് വിച്ച് കണക്ഷൻസ് ക്യാൻ ബി മെയ്ഡ് ടു ദ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് സിസ്റ്റം ടു സപ്ലൈ അണ്ടർ പ്രഷർ. ഓക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന സോഴ്സിൽ നിന്ന് പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ മെഡിക്കൽ ഗ്യാസിനെ കടത്തിവിടാനാണ് ഔട്ട്ലെറ്റുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ.
ഓക്കെ, ഔട്ട്ലെറ്റുകൾ. ഇൻലെറ്റുകൾ എന്താണ് സപ്ലൈ ചെയ്യുന്നത്? വാക്വം ആണ് സപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു അല്ലെ, പൈപ്പ് ലൈൻ സംവിധാനങ്ങളിൽ നിന്ന് എക്യുപ്മെന്റിലേക്ക് മെഡിക്കൽ ഗ്യാസിന്റെ വിതരണം നടക്കുന്നത് ത്രൂ ഔട്ട്ലെറ്റുകളിലൂടെയാണ്. അങ്ങനെ നമ്മൾ പഠിച്ചിരുന്നില്ലേ? അപ്പൊ അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഗ്യാസുകൾ സപ്ലൈ ചെയ്യുന്നത് ഔട്ട്ലെറ്റുകളിലൂടെയാണ്, വാക്വം സപ്ലൈ ചെയ്യുന്നത് ആരാണ്? ഇൻലെറ്റുകളാണ്. ഓക്കെ, 5 കമ്പോണന്റുകൾ കിട്ടിയല്ലോ. ഇനി 6ാമത്തെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി എക്യുപ്മെന്റ് ആണ്. എന്താണ് സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാല്? ഹോൾ ഹൗസസ്, gas flow meters, gauges and vacuum regulators are not a part of the pipeline system. They can contribute greatly to gas and vacuum consumption. These items should be checked frequently as a part of routine inspection procedures. Appo സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ഈ മെഡിക്കൽ ഗ്യാസ് ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി എക്യുപ്മെന്റ്. നമ്മൾ തുടക്കം പറഞ്ഞില്ലേ, ഇത്തരം മെഡിക്കൽ ഗ്യാസുകൾ എങ്ങനെയാണ് നമ്മൾ ഒരു പേഷ്യന്റിലോട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? മാസ്കുകൾ വഴിയാവാം, നേസൽ കാനുകളാവാം, വെന്റിലേറ്ററുകളിലൂടെ ആവാം. അവിടെ ഉപയോഗിക്കുന്ന ആ എക്യുപ്മെന്റ്സുകൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഹോൾ ഹോസസ്. ഹോൾ ഹോസസ് എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, മെഡിക്കൽ ഗ്യാസ് എന്താ പറയാ പേഷ്യന്റിലോട്ട് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ട്യൂബുകളും കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ ഗ്യാസ് ഫ്ലോ മീറ്റർ. ഫ്ലോ മീറ്റർ നമ്മൾ പഠിച്ചതാണ്, മെഡിക്കൽ എക്യുപ്മെന്റ് പഠിച്ചത് നമ്മൾ പഠിച്ചില്ലേ? ഫ്ലോ മീറ്റർ പൊതുവെ ഓക്സിജൻ സിലിണ്ടറിന്റെ ഒക്കെ ഭാഗമായിട്ട് അല്ലെ കാണുന്ന ഒരു എക്യുപ്മെന്റ് ആണ്, നമ്മൾ പഠിച്ചതാണത് ഫ്ലോ മീറ്റർ. പിന്നെ ഗേജസ്, വാക്വം റെഗുലേറ്റർ, ഇതൊക്കെ പൈപ്പ് ലൈൻ സംവിധാനത്തിന്റെ ഭാഗമാണോ? അല്ല, പകരം എന്താണ്? ഈ ഉപകരണങ്ങളിലൂടെയാണ് നമ്മൾ പേഷ്യന്റിലോട്ട് ആ മെഡിക്കൽ ഗ്യാസിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്തരം ഉപകരണങ്ങളെയാണ് നമ്മൾ സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, these items should be checked frequently as a part of routine inspection procedures. അപ്പൊ ഇങ്ങനെയുള്ള സെക്കൻഡറി എക്യുപ്മെന്റുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചിരിക്കണം അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഇതിലൂടെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസിന് പേഷ്യന്റിലോട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അതിന്റെ പരിശോധനകൾ നടത്തിയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണന്റുകളായിട്ട് വരുന്നത്. എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയോ? മാനിഫോൾഡ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലായോ? പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്താണ്? അതുപോലെ തന്നെ ടെർമിനൽ യൂണിറ്റ് 2 തരത്തിലുണ്ട്, വാൾ മൗണ്ടഡ് ഉണ്ട്, പെൻഡന്റ് മൗണ്ടഡ് ഉണ്ട്. പിന്നെ പൈപ്പ് നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഹൈ ക്വാളിറ്റി ഉള്ള കോപ്പർ ആണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എന്ത് മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത്? അപ്പൊ കോപ്പർ ആണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ എന്താ പറയാ, വാർണിംഗ് അലാം സിസ്റ്റംസിന്റെ ഉപയോഗം എന്താണ്? വാൽവുകൾ 2 ടൈപ്പ് ഉണ്ട്, സോൺ വാൽവുകൾ ഉണ്ട്, സർവീസ് വാൽവുകൾ ഉണ്ട്. ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള വാൽവ് എന്ന് പറയുന്നത് സർവീസ് വാൽവുകളാണ്. പിന്നെ എന്താ പറയാ, ഔട്ട്ലെറ്റ് എന്താണ്? ഇൻലെറ്റ് എന്താണ്? ഇൻലെറ്റ് വാക്വം സപ്ലൈ ചെയ്യുന്നു, ഔട്ട്ലെറ്റ് മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നു. രണ്ടിന്റെ പർപ്പസ് എന്ത് തന്നെയാണ്? ടു സപ്ലൈ ദ മെഡിക്കൽ ഗ്യാസ് ആൻഡ് വാക്വം. അതാണ് ഔട്ട്ലെറ്റിന്റെ ഇൻലെറ്റിന്റെ പർപ്പസ് എന്ന് പറഞ്ഞത്. സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിളുകൾ ഇഷ്ടംപോലെ നമുക്ക് പറയാം. വെന്റിലേറ്റർ പറയാം, അതുപോലെ തന്നെ മറ്റുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ എല്ലാം തന്നെ എന്താണ്? സെക്കൻഡറി എക്യുപ്മെന്റിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ശരിക്കും പറഞ്ഞ് ഇതോട് കൂടിയിട്ട് നമ്മുടെ മെഡിക്കൽ ഗ്യാസിന്റെ മെയിൻ ഭാഗങ്ങൾ കഴിഞ്ഞു. ഇവിടെ നിന്നാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഇവിടെ നിന്നാണ് മെഡിക്കൽ ഗ്യാസിന്റെ ഉപയോഗത്തിൽ ചോദിക്കാം, അതുപോലെ കമ്പോണന്റുകൾ, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കേട്ടോ. ഇനിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഈസിയാണ് കേട്ടോ. അതായത് ഈ മെഡിക്കൽ ഗ്യാസുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട ചില മുൻകരുതലുകൾ, സേഫ്റ്റി പ്രിക്കോഷൻസുകൾ, അതൊക്കെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് വായിച്ചു പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിലേക്ക് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ട്ടോ. ഇനി ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മളത് പ്രത്യേകം കാറ്റഗറൈസ് ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. പേഷ്യൻസിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അങ്ങനെ നമ്മൾ പ്രത്യേകം അത് നോക്കി കാറ്റഗറൈസ് ചെയ്തിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ വരുന്നത് ഫോർ ദ പേഷ്യൻസ്. പേഷ്യൻസിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? There will be no disturbing site of oxygen cylinder at the bed side എന്നാണ് കേട്ടോ. ബെഡ് സൈഡ് എന്നാണ്. അതായത് ഇപ്പൊ നമുക്കൊരു ബെഡിന്റെ സൈഡിൽ അല്ലെങ്കിൽ ഒരു ബെഡ് സൈഡിന്റെ അടുത്ത് ഒരു ഓക്സിജൻ സിലിണ്ടർ വെക്കുന്ന ആ ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അല്ലെ. പൊതുവെ നമുക്ക്
കറക്റ്റ് ആണ്. ഓക്കെ ശ്രീലക്ഷ്മി. അതായത് നമ്മളിപ്പോ പൊതുവെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒരു ടെൻഷൻ ആണല്ലേ, ഹോസ്പിറ്റലും മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു ടെൻഷൻ തോന്നാറുണ്ട്, എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അത് വെച്ച് പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഈ ബെഡ് സൈഡിന്റെ അടുത്തൊക്കെ ഇത്തരത്തിലുള്ള ഓക്സിജൻ സിലിണ്ടറുകളും മറ്റൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബിങ് സൈറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് സാധിക്കും അല്ലെ. കാര്യം എന്താണ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സംവിധാനം ഉള്ളപ്പോ നമുക്ക് അവിടെ ഒരു ഓരോ റൂമിലും കൊണ്ട് സിലിണ്ടർ വെക്കേണ്ട ഒരു ആവശ്യം നമുക്ക് അവിടെ വരുന്നുണ്ടോ? വരുന്നില്ല. ഓക്കെ, അത് രണ്ടും കൂടി പേഷ്യൻസിന് കുറെ കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെന്താണ്, എലിമിനേഷൻ ഓഫ് ദ അനോയിങ് നോയ്സ് ഫ്രം ദ മൂവ്മെന്റ് ഓഫ് സിലിണ്ടർ ഇൻ ആൻഡ് അറൌണ്ട് ദ ഹോസ്പിറ്റൽ. പിന്നെ മറ്റൊരു ബെനിഫിറ്റ് പറയാവുന്ന എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ ഹോസ്പിറ്റലിന്റെ അകത്തും എന്തായാലും ചുറ്റുമായിട്ട് ഈ പറയുന്ന സിലിണ്ടറുകളൊക്കെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അനോയിങ് നോയ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോ സിലിണ്ടറൊക്കെ എന്താണ് കാഷ്വാലിറ്റിയിൽ, ഞാൻ എലൈറ്റ് ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട് കാഷ്വാലിറ്റിയിൽ. ഓക്കെ ശ്രീലക്ഷ്മി. അപ്പൊ ശ്രീലക്ഷ്മിയുടെ വീട് തൃശ്ശൂരാണ് അല്ലെ? എലൈറ്റ് ഹോസ്പിറ്റൽ തൃശ്ശൂരല്ലേ? തൃശ്ശൂരല്ലേ? എന്റെ വീടും തൃശ്ശൂരാണ്, അതുകൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. എലൈറ്റ് ഹോസ്പിറ്റലിൽ എന്റെ അമ്മ കിടന്നിട്ടുണ്ട്. ഇങ്ങനെ വയ്യാണ്ട് വന്നിട്ടേ അമ്മ ഇങ്ങനെ കുറുക്കഞ്ചേരി അറിയാം, കുറുക്കഞ്ചേരിയിലാണ് എന്റെ വലിയമ്മയുടെ ഒക്കെ വീട്, കുറുക്കഞ്ചേരിയിലാണ്. ഓക്കെ, എന്താണ് ചെയ്തൂര്. ഓക്കെ ഓക്കെ. എന്റെ വലിയ അമ്മയുടെ ചേച്ചിയുടെ വീടൊക്കെ കുറുക്കഞ്ചേരിയിലാണ്. അവിടുത്തെ കുറുക്കഞ്ചേരിയിലത്തെ ഉത്സവത്തിനൊക്കെ വരാറുണ്ട്. ഓക്കെ, സ്വന്തം വീട് ഊരകം അറിയാം ശ്രീലക്ഷ്മി. മേമയുടെ വീട് ഊരകത്താണ്. ഓക്കെ, തൃശ്ശൂരും കേട്ടപ്പോ പെട്ടെന്ന് മനസ്സ് മാറിപ്പോയതാ. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ തൃശ്ശൂർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എന്റെ സ്വന്തം നാടാണ്. അപ്പൊ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാനതിങ്ങനെ മനസ്സിലാക്കും. ഓക്കെ, അത് വിട്. അപ്പൊ ഇതെന്താണ്, എലിമിനേഷൻ ഓഫ് ദ അനോയിങ് നോയ്സ് ഫ്രം ദ മൂവ്മെന്റ് ഓഫ് സിലിണ്ടർ ഇൻ ആൻഡ് അറൌണ്ട് ദ ഹോസ്പിറ്റൽ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് എന്താണ്, നമ്മുടെ സിലിണ്ടറുകൾ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനോയിങ് നോയ്സ് അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അങ്ങനെ ഒരു ആവശ്യം ഇവിടെ വരുന്നുണ്ടോ? വരുന്നില്ല. കാര്യം എല്ലാം എന്തുണ്ട്, നമ്മുടെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഉള്ളത് കൊണ്ട് നമുക്കൊരു സിലിണ്ടർ എടുത്ത് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. ഓക്കെ, പിന്നെന്താണ്, പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയാസ് ഫ്രം കണ്ടാമിനേഷൻ ഡ്യൂ ടു ദ യൂസ് ആൻഡ് മൂവ്മെന്റ് ഓഫ് സിലിണ്ടേഴ്സ്. അതുപോലെ ഇത്തരം സിലിണ്ടറുകൾ നമ്മൾ ഉപയോഗിക്കാനും അല്ലെങ്കിൽ ഇത്തരം സിലിണ്ടറുകളൊക്കെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയാ, സ്റ്റെറൈൽ ഏരിയാസ്, നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റെറിലൈസ് ചെയ്ത സ്റ്റെറൈൽ ഏരിയാസ് ആയിരിക്കും, അണുവിമുക്തമാക്കിയിട്ടുള്ള ഏരിയകളായിരിക്കും. അങ്ങനെയുള്ള ഏരിയകളിലൂടെ നമ്മൾ ഈ സിലിണ്ടറുകളൊക്കെ മൂവ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ കണ്ടാമിനേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. സ്റ്റെറൈൽ ഏരിയാസ് ആണ്. അപ്പൊ അത്തരം ഏരിയകളിലൂടെ നമ്മൾ ഈ സിലിണ്ടറുകൾ കൊണ്ടുപോകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ഏരിയ കൂടുതൽ കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് നമുക്ക് അത്തരം ഏരിയകളെ പ്രൊട്ടക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു മെഡിക്കൽ ഗ്യാസ് സംവിധാനം ഉള്ളതുകൊണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്. പിന്നെന്താണ്, കോൺസ്റ്റന്റ് ആൻഡ് ക്ലീൻ സപ്ലൈ അറ്റ് റിക്വയർഡ് ലൊക്കേഷൻ. അതുപോലെ ഇങ്ങനെ ഒരു മെഡിക്കൽ ഗ്യാസ് സംവിധാനം ഉള്ളതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ലൊക്കേഷനിലേക്ക് നമുക്ക് വളരെ ക്ലീൻ ആയിട്ട്, വളരെ സേഫ് ആയിട്ട് തന്നെ, വളരെ വൃത്തിയായിട്ടും വളരെ സുരക്ഷിതമായിട്ടും സ്ഥിരമായിട്ടും നമുക്കൊരു ഗ്യാസിന്റെ സപ്ലൈ എന്താണ് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തതുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. പേഷ്യൻസിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ബെഡ് സൈഡിന്റെ ഭാഗത്ത് സിലിണ്ടറുകൾ വെക്കുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തുമുള്ള പരിസരത്തായിട്ട് സിലിണ്ടറുകൾ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഡിസ്റ്റർബിംഗ് നോയ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത്തരം സിലിണ്ടറുകൾ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റെറൈൽ ഏരിയാസ് കണ്ടാമിനേറ്റഡ് ആവാൻ അല്ലെങ്കിൽ സ്റ്റെറൈൽ ആയിട്ടുള്ള ഏരിയകൾ കൂടുതൽ പൊല്യൂട്ടഡ് ആകാതിരിക്കാനായിട്ട് നമുക്ക് അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയാ, ആവശ്യമുള്ള സ്ഥലത്തേക്ക് ശരിയായിട്ടുള്ള വളരെ സുരക്ഷിതമായിട്ടും സേഫ് ആയിട്ടും കോൺസ്റ്റന്റ് ആയിട്ടും നമുക്ക് മെഡിക്കൽ ഗ്യാസിന്റെ വിതരണം ഉറപ്പാക്കാൻ സാധിക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തത് ഫോർ ദ ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നാണ് കേട്ടോ.
ഓക്കെ, നിങ്ങളുടെ കറക്റ്റ് ആയിരിക്കും. ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫ്, സ്റ്റാഫുകൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഒരു മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം മൂലം ഉണ്ടാകുന്നത് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാപ്സ്. അതാണ് സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാപ്സ്. നമുക്ക് ടാപ്പുകളിൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് എന്താണ് മെഡിക്കൽ ഗ്യാസ് ലഭ്യമാക്കാനായിട്ട് സാധിക്കുന്നു. കാര്യം മെഡിക്കൽ സ്റ്റാഫുകളാണ്, അവരാണ് പേഷ്യൻസിന് വേണ്ട സേവനങ്ങൾ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ പേഷ്യൻസിന് ഒരു അർജൻസി വരുന്ന സമയത്ത് ഈ ഒരു മെഡിക്കൽ ഗ്യാസ് എത്തിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് വരുന്നില്ല. തെറ്റായിട്ടാണ് എടുക്കുന്നത്? ഇരുത്തണം കേട്ടോ. ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നാണ് കേട്ടോ, സ്റ്റേറ്റ് എന്നല്ല കേട്ടോ. ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നാണ്, STAFF സ്റ്റാഫ്. സ്റ്റാഫ് എന്നാണ് കേട്ടോ. അപ്പോൾ ടാപ്പുകളിൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ മെഡിക്കൽ ഗ്യാസിന്റെ ലഭ്യത ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നു. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ എന്താണ്? ക്ലീൻ, സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസസ്. എന്താണ് പറയുന്നത്? ക്ലീൻ, സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താണ് വളരെ വൃത്തിയായിട്ട്, വളരെ സേഫ് ആയിട്ട്, സുരക്ഷിതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? മെഡിക്കൽ ഗ്യാസിന്റെ വിതരണം ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെന്താണ്? റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ്. ഇവിടെ ഗേറ്റ്സ് എന്നാണ് കിടക്കുന്നത്, അത് ഗ്യാസസ് എന്നാണ് കേട്ടോ. ഗേറ്റ് അല്ല, ഗ്യാസസ് എന്നാണ് കേട്ടോ. റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് വെനെവർ ആൻഡ് വെയറെവർ നീഡഡ്. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കൊരു മെഡിക്കൽ ഗ്യാസിന്റെ റെഗുലർ ഫ്ലോ നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു. ഓക്കെ, പിന്നെന്താണ്? മിനിമൽ ആക്സിഡന്റൽ റിസ്ക് ഡ്യൂ ടു മിസ് ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. അതുപോലെ സിലിണ്ടറുകളെ മിസ് ഹാൻഡിൽ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ചില ആക്സിഡന്റ് റിസ്കുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. സിലിണ്ടറുകളെ നമ്മൾ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതുമൂലം പല അപകടങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അത്തരം സാഹചര്യങ്ങളെയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്? ഒന്ന്, ടാപ്പുകളിൽ തന്നെ വളരെ വേഗത്തിൽ നമുക്ക് മെഡിക്കൽ ഗ്യാസിന്റെ വിതരണം ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നു. സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാപ്പ് എന്ന് വെച്ചാൽ ആ റൂമിൽ തന്നെ ജസ്റ്റ് ടാപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാണ്? അവിടെ മെഡിക്കൽ ഗ്യാസ് ഈസിലി നമുക്ക് ആക്സസബിൾ ആണ്. ഓക്കെ, മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ഈസി ആയിട്ട് മെഡിക്കൽ ഗ്യാസ് അവർക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെന്താണ്? വളരെ സുരക്ഷിതമായിട്ടും വൃത്തിയായിട്ടും മെഡിക്കൽ ഗ്യാസിന്റെ വിതരണം ഉറപ്പാക്കാൻ സാധിക്കുന്നു. എവിടെയൊക്കെ ആവശ്യമുള്ള ഇടത്തേക്ക് ആവശ്യമുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസ് അത് ഉറപ്പാക്കാൻ സാധിക്കുന്നു. പിന്നെ സിലിണ്ടറുകള് എന്താണ് മിസ് ഹാൻഡിൽ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ആക്സിഡന്റ് റിസ്കുകളെ അവോയ്ഡ് ചെയ്യാനും സാധിക്കുന്നു. ഇത്രയുമാണ് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജസ്. ഓക്കെ ആണോ? അതെ, ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ്, എന്തൊക്കെ ആനുകൂല്യമല്ല, എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഇത്തരം മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ട് ഉള്ളത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് നോക്കൂ, ഈസി പർച്ചേസ് ഓഫ് ഗ്യാസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് അറ്റ് ഫേവറബിൾ ടേംസ്. അതായത് നമുക്ക് ഏറ്റവും ഫേവറബിൾ ടേംസ് എന്ന് വെച്ചാൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള വ്യവസ്ഥയിൽ നമുക്ക് വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ ഗ്യാസുകൾ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം അറിയാലോ, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സംവിധാനം ഉള്ളതുകൊണ്ട് നമ്മളൊരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ബൾക്കായിട്ടാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസും മറ്റും പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ബൾക്കായിട്ട് വാങ്ങുന്ന സമയത്ത് നമുക്ക് കുറെ കൂടെ എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ട് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ലാഭകരമായിട്ടുള്ള രീതിയിൽ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫേവറബിൾ ടേംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ കുറെ കൂടെ അനുകൂലമായിട്ടുള്ള വ്യവസ്ഥയിൽ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റിയിൽ വലിയ അളവിൽ നമുക്ക് മെഡിക്കൽ ഗ്യാസുകളെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെന്താണ്? എക്കണോമി ഓൺ പർച്ചേസ് ഓഫ് സിലിണ്ടർ. എക്കണോമി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ലാഭകരമായിട്ടുള്ള രീതിയിൽ കേട്ടോ നമുക്ക് സിലിണ്ടറുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കാരണം നമ്മൾ ബൾക്കായിട്ടാണ് ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുന്നത് അല്ലെ. വലിയൊരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ മൊത്തത്തിലായിട്ടാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസുകൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ലാഭകരമായിട്ടുള്ള രീതിയിൽ ഈസി ആയിട്ട് സിലിണ്ടറുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെന്താണ്? ലെസർ ബ്രേക്കേജസ്. ബ്രേക്കേജസ് വരാനുള്ള ചാൻസുകൾ വളരെയധികം കുറവാണ്. കാര്യം നമ്മളൊരു ഹോസ്പിറ്റൽ പർപ്പസിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന സിലിണ്ടറുകളും എല്ലാം തന്നെ എന്തായിരിക്കും? വളരെ സേഫ് ആയിരിക്കും, സുരക്ഷിതമായിരിക്കും. സോ എന്താണ്? ലെസർ ബ്രേക്കേജസ് അവിടെ ഉണ്ടാവുള്ളൂ അല്ലെ. ബ്രേക്കേജസ് വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഓക്കെ,
പിന്നെ അടുത്തത് എന്താണ്? റേഷണലൈസേഷൻ in ordering, storing and transporting a wide variety and the sizes of a gas cylinder. റേഷണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത് നമുക്ക് വളരെ പരമാവധി ചെലവ് കുറഞ്ഞ രീതിയിൽ എന്നുവെച്ചാൽ ഒരു മിനിമം പോസിബിൾ കോസ്റ്റ് എന്ന് പറയും. പരമാവധി കുറഞ്ഞ ചെലവില് എന്നാൽ നമുക്ക് ലാഭകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരേ അർത്ഥം തന്നെയാണ്. ഇവിടെ ലാഭകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് സിലിണ്ടറുകൾ ഓർഡർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും അതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അതും വിവിധ വലുപ്പത്തിലുള്ള വിവിധ അളവുകളിലുള്ള ഗ്യാസ് സിലിണ്ടറുകൾ നമുക്ക് ഓർഡർ കൊടുക്കാനും അതിനെ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് സാധിക്കും. ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജസ് ആണ്. അതായത് നമുക്ക് വളരെ പരമാവധി മിനിമം പോസിബിൾ കോസ്റ്റില് ഏറ്റവും ചുരുങ്ങിയ ചെലവില് മാക്സിമം വ്യത്യസ്ത അളവില് ഈ പറയുന്ന സിലിണ്ടറുകള് ഓർഡർ കൊടുക്കാനും സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനുമായിട്ടൊക്കെ സാധിക്കുന്നു. ഓക്കെ, പിന്നെന്താണ്? ലെസ് ഡാമേജ് ടു ബിൽഡിംഗ് ഓയിൽ ടു ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. അതായത് നമ്മൾ ഈ സിലിണ്ടറുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് മൂലം ബിൽഡിങ്ങിന് ഉണ്ടാവുന്ന കേടുപാടുകൾ കുറയ്ക്കാൻ പറ്റും. കാര്യം നമ്മൾ കണ്ടല്ലോ മെഡിക്കൽ ഗ്യാസ് സംവിധാനം കണ്ടപ്പോ സോഴ്സ് ഉണ്ട്, മാനിഫോൾഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയാണ് ഈ പറയുന്ന സിലിണ്ടറുകളും കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും എല്ലാം അവിടെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ സിലിണ്ടറുകൾ ആശുപത്രിയുടെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് മൂലം ബിൽഡിങ്ങിന് ഉണ്ടാവുന്ന കേടുപാടുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. കാര്യം അതിനുവേണ്ടി പ്രത്യേകം സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ പിന്നീട് ഒരു ഹോസ്പിറ്റലിന്റെ ബിൽഡിങ്ങിന് കേടുപാടുകൾ ഉണ്ടാകാനുള്ള ചാൻസ് അവിടെ കുറവാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയുമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കുള്ള അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടേബിൾ ആണ്. ഇത് പഠിച്ചു വെക്കണം. കളർ കോഡ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ബേസ്ഡ് ഓൺ ISO സ്റ്റാൻഡേർഡ്സ് കേട്ടോ. ISO സ്റ്റാൻഡേർഡ്സ് പ്രകാരം മെഡിക്കൽ ഗ്യാസുകൾക്ക് ഉപയോഗിക്കുന്ന കളർ കോഡുകളാണ് അവിടെ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. മെഡിക്കൽ ഗ്യാസ് തന്നിട്ട് അതിന്റെ കളർ കോഡ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത് മെഡിക്കൽ ഗ്യാസിന്റെ കളർ അല്ല അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പൈപ്പിംഗ് നെറ്റ്വർക്ക് പറഞ്ഞപ്പോ ഈ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ മെഡിക്കൽ ഗ്യാസ് കടത്തി വിടുമ്പോൾ ഏത് ഗ്യാസ് ആണ് അതിലൂടെ പോകുന്നതെന്ന് അറിയാൻ നമ്മൾ ഒരു കളർ കോഡ് അവിടെ ഉപയോഗിക്കും, എങ്കിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ISO സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് കളർ കോഡുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. അതന്നെ ശരണ്യ, ഐഡന്റിഫിക്കേഷൻ മാത്രമാണ് ഇത്. അതെന്താണ് ജസ്റ്റ് ഓൺലി ഫോർ ഐഡന്റിഫിക്കേഷൻ, അല്ലാണ്ട് ഒരിക്കലും ഗ്യാസിന്റെ കളറാണെന്ന് വിചാരിക്കരുത്. ഓൺലി ഫോർ ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ നോക്കാം. ഓക്സിജന്റെ കളർ കോഡ് ഏതാണെന്ന് അറിയോ? വൈറ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവവായുവാണ് അല്ലെ. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നമുക്ക് സമാധാനം ഉണ്ടാവില്ല അല്ലെ. സമാധാനത്തിന്റെ കളറല്ലേ വൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓക്സിജന്റെ കളർ കോഡ് എന്താണ്? വൈറ്റ് ആണ് കേട്ടോ. ഇതാണ് വൈറ്റ് കളറാണ്. പിന്നെ നമ്മൾ പറഞ്ഞ നൈട്രസ് ഓക്സൈഡ് അല്ലെ, ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന മെഡിക്കൽ ഗ്യാസ് ആണ് നൈട്രസ് ഓക്സൈഡ്. അതിന്റെ കളർ കോഡ് എന്താണ്? ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ. ലൈറ്റ് ബ്ലൂ കളർ കുറച്ച് നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു കളറാണ് അല്ലെ, ലൈറ്റ് ബ്ലൂ കളർ എന്ന് പറയുന്നത്. സോ നൈട്രസ് ഓക്സൈഡിന്റെ കളറ് ലൈറ്റ് ബ്ലൂ ആണ്. ഓക്കെ, അളവനുസരിച്ചിട്ടല്ല കേട്ടോ വാതകത്തിന്റെ അളവല്ല. അളവെന്നൊന്നൊരു മെഷർമെന്റ് വരുന്നില്ല. ഓരോ വാതകത്തിന് ഒരു കളർ കോഡ് കൊടുക്കും. സെലക്ഷൻ എത്രയുണ്ട്. അടുത്തതാണ് മെഡിക്കൽ എയർ കേട്ടോ. മെഡിക്കൽ എയറിന്റെ കളർ കോഡ് എന്താണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതും നിങ്ങൾക്ക് ഓർക്കാം. മെഡിക്കൽ എയർ നമ്മൾ പറഞ്ഞപ്പോ നമ്മൾ പഠിച്ചിട്ട് മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് എയർ ആണെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. സാധാരണ വായുവിന് തന്നെ കൂടുതൽ പ്രഷർ കൊടുത്ത് കംപ്രസ് ചെയ്തിട്ടുള്ള വായുവാണ് മെഡിക്കൽ എയർ. അത് വളരെ എന്തായിരിക്കും, ഫ്രീ ആയിരിക്കും, കണ്ടാമിനൻസ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ അതിന് മുമ്പ് ഉണ്ടായിരുന്ന സാധാരണ എയർ കുറച്ച് കണ്ടാമിനേറ്റഡ് ആയിരുന്നു എന്ന് വിചാരിക്കാം. അതൊരു ബ്ലാക്ക് കളർ ആണെന്ന് വിചാരിക്കാം. അതിനെ കംപ്രസ് ചെയ്യുമ്പോൾ കുറെ കൂടെ അത് പ്യൂരിഫൈഡ് ആയി, അപ്പൊ വൈറ്റ് ആയി നോക്കുക. അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കുക കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കേട്ടോ. ആ കൺസെപ്റ്റും കൂടെ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കും. മെഡിക്കൽ എയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ല. സാധാരണ എയർ അതിനെ കംപ്രസ് ചെയ്ത് പ്യൂരിഫൈ ചെയ്തതാണ് മെഡിക്കൽ എയർ. സാധാരണ എയർ കുറച്ച് കണ്ടാമിനേറ്റഡ് ആവുമല്ലോ, അപ്പൊ ബ്ലാക്ക് ആണെന്ന് ഓർക്കാം. അതിനെ കംപ്രസ് ചെയ്യുമ്പോൾ അത് പ്യൂരിഫൈഡ് ആയപ്പോ വൈറ്റ് ആയെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കേട്ടോ മെഡിക്കൽ എയർ. അടുത്തൊരു സക്ഷന്റെ കളർ ഏതാണ്? യെല്ലോ ആണ് കേട്ടോ. യെല്ലോ ആണ്. നൈട്രജന്റെ കളറ് ബ്ലാക്ക് ആണ് കേട്ടോ. ലിക്വിഡ് നൈട്രജൻ ഏതാണ്? കളർ കോഡ് ബ്ലാക്ക് ആണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രേ കളറാണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രേ കളറാണ്.
ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്സിജന്റെ കളറ് വൈറ്റ് ആണ്, നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ ആണ്, മെഡിക്കൽ എയറിന്റെ കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, സക്ഷൻ യെല്ലോ ആണ്, നൈട്രജൻ ബ്ലാക്ക് കളറ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രേ കളർ. ഈ കളർ കോഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആയല്ലോ അല്ലെ? ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് സേഫ് പ്രാക്ടീസസ് വെൻ വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസസ്. നമ്മൾ ഇത്തരത്തിലുള്ള ഗ്യാസുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, ഇത്തരം ഗ്യാസുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ, സേഫ് പ്രാക്ടീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അത് നമ്മൾ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് പഠിക്കുന്നത്. ഒന്ന്, ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ്. അതായത് നമ്മൾ മെഡിക്കൽ വാതകങ്ങളുടെ കണ്ടന്റുകൾ തിരിച്ചറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നമ്മൾ എടുക്കേണ്ട ചില മുൻകരുതലുകളുണ്ട്. അതുപോലെ ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ്, അതായത് പ്രവർത്തന സുരക്ഷാ പരിശോധനകൾ. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കുറെ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണം. അതുകൂടാണ്ട് ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ് എന്ന് വെച്ചാൽ പ്രവർത്തന സുരക്ഷാ പരിശോധന എന്ന് വെച്ചാൽ നമ്മൾ മെഡിക്കൽ ഗ്യാസ് അത് എടുത്ത് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് എടുക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ്. പിന്നെ ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ്, അത് കൈകാര്യം ചെയ്യുമ്പോഴും ഉപയോഗപ്പെടുത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ. പിന്നെ ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്, ഇത്തരം മെഡിക്കൽ ഗ്യാസുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സേഫ് പ്രാക്ടീസസ്. അങ്ങനെ നമ്മൾ 4 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അടുത്ത നാൾ കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ. അതിന് നമുക്ക് വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ, എളുപ്പമുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ മിക്കവാറും അടുത്ത ക്ലാസ്സോട് കൂടി നമുക്കത് തീർക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓവർവ്യൂ എടുക്കാം കേട്ടോ. ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ചാപ്റ്റർ ആണ്. ആ ഒരു ചാപ്റ്റർ നമുക്ക് എടുക്കാം. അപ്പൊ വലിയ ചാപ്റ്ററുകൾ തീർത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മള് 3rd മൊഡ്യൂളിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു ചെറിയൊരു ചാപ്റ്റർ അവിടെ എടുക്കാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് റെസ്പോൺസിബിലിറ്റീസും പഠിക്കാനുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഓവർവ്യൂ എടുക്കാം. ഓവർവ്യൂ കഴിയുന്ന ഒരു വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് ആ വലിയ ചാപ്റ്റേഴ്സ് അവിടെ തീരും. പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും അതിനോടനുബന്ധിച്ച് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത് ഏകദേശം രണ്ടും കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ നമുക്ക് പഠിക്കുമ്പോഴും അതിന്റെ ഒരു ഫ്ലോ നമുക്ക് കിട്ടും. ആ രീതിയിൽ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഞാനത് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. കളർ കോഡ് കൊടുക്കുന്നത് പൈപ്പ് ലൈൻ ആണോ? പൈപ്പ് ലൈനിന് നമ്മൾ കളർ കോഡ്, പൈപ്പ് ലൈൻ മാത്രമല്ല നമ്മൾ കൊണ്ടുവരുന്ന സിലിണ്ടർ ഉണ്ടല്ലോ, നമ്മൾ സിലിണ്ടറുകളായിട്ടാണല്ലോ കൊണ്ടുവരുന്നത്. അവിടെയും ആ കളർ കോഡ് കൊടുക്കും. കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ ഗ്രേ കളറാണ് കൊടുക്കുക. സിലിണ്ടറിനും കൊടുക്കും, പൈപ്പ് ലൈനും കൊടുക്കും. ഓക്കെ, എല്ലാ കുട്ടികളും എല്ലാം ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണല്ലോ? ശരി, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.